എന്താടാ നിനക്ക് വീണ്ടും വിശക്കാൻ തുടങ്ങിയോ? അയ്യേ, ഞാൻ ഇപ്പതാ 4 പൊറോട്ടയും 2 പ്ലേറ്റ് ബീഫും കഴിച്ചിട്ട് വന്നേ ഉള്ളൂ. ഓ, ഇത്രയൊക്കെ ഫുഡ് എങ്ങോട്ട് പോണു മനുഷ്യ നിന്റെ? ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ബിരിയാണി കഴിക്കണമെന്നുണ്ട്. ഭയങ്കര പൂതി ബിരിയാണി തിന്നാൻ. എടാ, നീയല്ലേ ഇന്നലെ രാത്രി ബിരിയാണി തിന്നത്? ചിക്കൻ ബിരിയാണി തിന്നു. അതിന്റെ പുറമെ ഏതോ ഒരാള് ബീഫ് ബിരിയാണി കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ചിക്കൻ ബിരിയാണി തിന്നതിന് ശേഷം ബീഫ് ബിരിയാണിയും കുത്തിക്കയറ്റി. ഹാ, ഇതൊക്കെ തൂറി പോണ്ടടേ. എന്തുവാടെ ഇത്? ശരിയാ, നീ പറഞ്ഞ പോലെ ഞാൻ ഫുഡ് നല്ല കഴിക്കുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ചിട്ട് അപ്പി ഇടുന്നില്ല കേട്ടടാ. ഹോ, അതാ തോന്നണു വയറിന് ഭയങ്കര ഒരു അസ്വസ്ഥത. എന്നാലും എനിക്ക് തിന്നാതിരിക്കാനും പറ്റുന്നില്ല. നന്നായേ ഉള്ളൂ. നിന്റെ വയറാണെന്നുള്ള ബോധം നിനക്ക് എന്നും ഉണ്ടായാ മതി. അല്ലാതെ ഞങ്ങൾ തിന്നാണ്ടായ നിന്റെ വയറിന് ഗുണമൊന്നുമില്ല. അത് ഞങ്ങൾക്കേ ഗുണമുള്ളൂ. അതെന്റെ ശബ്ദം, നീ വളി വിട്ടതാണ്. ആ, 2 ദിവസമായിട്ട് ഭയങ്കര വളിയാണ്. പിടിച്ചു നിർത്താനൊന്നും പറ്റുന്നില്ല. നാറി വഴിനീളം വളിവിട്ട് നടന്നാല് ആൾക്കാരെന്താ പറയുക വൃത്തികെട്ടവനെ? ഓ പിന്നെ ആൾക്കാരെന്ത് പറയാന്? ഞാൻ വിടും. എൻ്റെ ശരീരം ദൈവം തന്നതല്ലേ, എന്നിട്ട് പിടിച്ചു നിർത്തണ്. അങ്ങോട്ട് വിട്ട് കളയടാ ആളിയാ. ഈ ചക്കനെന്താ തിന്ന് പ്രാന്തായോ? നീ വാ, നമുക്ക് അടുക്കളയിൽ പോയിട്ട് 3-4 ബുൾസൈ ഉണ്ടാക്കി തട്ടാം. ഒന്ന് പോട പ്രാന്തായി. എനിക്കൊന്നും വയ്യ. ഞാൻ രാവിലെ തിന്നത് ഇപ്പോഴും എൻ്റെ വയറ്റിൽ തന്നെ കിടപ്പുണ്ട്. ഇനി വേണമെങ്കിൽ ഉച്ചയ്ക്ക് എന്തെങ്കിലും നോക്കാം. നിന്നെപ്പോലെ മിനിറ്റിന് തിന്നാലേ എനിക്ക് വല്ല രോഗം വരും. നിന്നെപ്പോലെ തൂറാനും വളിവിടാനും എനിക്ക് സമയം ഉണ്ടാവുള്ളൂ. ഓ പിന്നെ നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. അയ്യേ ഡാ, നീ വീണ്ടും വളിവിടുന്നുണ്ടല്ലോ. പോയി കക്കൂസി പോയിരിക്കും കുറച്ചു നേരം ഇരുന്ന് തന്നെ വരും നിന്റെ അപ്പിക്കഷ്ണങ്ങൾ. വൃത്തികെട്ടവൻ. എന്ത് വൃത്തികെട്ടവനെ? ഈശ്വരൻ നമുക്ക് മോശപ്പെട്ട എന്തെങ്കിലും തന്നിട്ടുണ്ടോ? നമ്മുടെ ശരീരത്ത് എല്ലാം നമുക്ക് ആവശ്യമായതല്ലേ. പിന്നെന്താടാ? നിന്റെ പറച്ചിൽ കേട്ടാ തോന്നുന്നു നീ വളി വിടാറേ ഇല്ലാന്ന്. ഞാൻ വളി വിടാറുണ്ട്, കുശി വിടാറുണ്ട്, തൂറാറുണ്ട്. ഒക്കെ ഒതുക്കത്തിലല്ല. അല്ലാണ്ട് നിന്നെ പോലെ ആൾക്കാരനെ കാണിച്ചിട്ടല്ല. ഒരു കാര്യം പറയാ, ഇപ്പൊ അച്ഛനും അമ്മയും വരും. ഇവിടെ മുഴുവൻ നാട്ടിച്ചിട്ട നിന്നെ തല്ലിക്കൊല്ലു കയറിട്ടാ. പറഞ്ഞില്ലാന്ന് വേണ്ട. ചക്കൻ വളി ശബ്ദത്തിലും ഇടുന്നുണ്ട്, കുശി നെയ്സിൽ വിടണുണ്ട്. നാറിയിട്ട് വയ്യപ്പോ. അവന്റെ തീറ്റ കാരണം ബാക്കിയുള്ളവർക്ക് വീടിനകത്ത് നിൽക്കാൻ വയ്യ. എന്നാ പുറത്ത് പോയി വിടുകയല്ല, വീടിനകം ഫുള്ള് പെർഫ്യൂമും കൊണ്ട്. അതോ നല്ല പെർഫ്യൂം ആണെങ്കിൽ കുഴപ്പമില്ല. അവന്റെ പറയുന്നില്ല ഞാന്. അവന്റെ ഒരു കോമഡി. എന്തിനാ ചവിട്ട് കിട്ടണമെങ്കിൽ പോയിക്കോ. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഓ, നീയൊരു പെണ്ണായിരുന്നെങ്കിൽ എന്റെ ദൈവമേ, എനിക്ക് ആലോചിക്കാൻ വയ്യ. പെണ്ണുങ്ങൾ വളിവിടുന്നത്. ഓ, നിന്നെ ആണാക്കിയത് നന്നായി. നിന്റെ ഈ പെരുന്തീറ്റി നീ ഒരു പെണ്ണും കൂടി ആയിരുന്നെങ്കിൽ നിനക്ക് ചെക്കൻ കിട്ടില്ലായിരുന്നു. ഓ, അവന്റെ ഒരു തമാശ. ഒന്ന് പോടാ ചക്ക. നീ നിന്റെ തടി കുറയ്ക്കാൻ ശ്രമിച്ചോ? ഭക്ഷണമൊക്കെ കുറച്ചിട്ട്. അല്ലെങ്കിൽ വല്ല ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും വന്നാൽ പിന്നെ തെണ്ടേണ്ടി വരും കേട്ടോ. നിന്റെ ഈ വളിവിടുന്ന സ്വഭാവം അത്ര നല്ലതൊന്നുമല്ല. നിന്റെ കൂടെ ഞാൻ ഉൾപ്പെടെയുള്ള ആരും കൂട്ടുകൂടില്ല. പറഞ്ഞില്ലാന്ന് വേണ്ട. ഓ, എനിക്ക് ആരും വേണ്ട, എനിക്ക് ഭക്ഷണം മതി. എന്റെ ദൈവമേ, ഇത് എന്തൊരു ജന്മമാണ്. ആ, എന്തായാലും അച്ഛനും അമ്മയും വരാനായി. നീ ഒന്ന് ബാത്റൂമിൽ പോയിരുന്നോ? അല്ലെങ്കിൽ ഇവിടെയൊക്കെ നാട്ടി ചെയ്യുന്ന നിനക്ക് നല്ലോണം അടി കിട്ടും. ആ, നിന്റെ അച്ഛനമ്മയും വന്നാൽ ഇനി എനിക്ക് ബുൾസൈ ഇടാൻ പറ്റില്ല. ഞാനൊരു 5-8 ബുൾസൈ തിന്നട്ടെ ഫസ്റ്റ്, എന്നിട്ട് പോയി തൂറാം. എന്റെ ഈശ്വര, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു.